മേഖലയിലും പുലർച്ചെയും പ്രകോപനം തുടർന്ന പാകിസ്ഥാൻ. പൂഞ്ചിലും രജൌരിയിലും രാത്രി ആരംഭിച്ച പാക് ഷെല്ലിംഗ് തുടരുന്നു. അതിർത്തി പ്രദേശങ്ങൾക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണം തടഞ്ഞ വ്യോമ പ്രതിരോധ സംവിധാനം. ജമ്മു മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം. ജമ്മുവിലെ സാംബ ജില്ലയിൽ നുഴഞ്ഞുകയറ്റ ശ്രമം പരാജയപ്പെടുത്തി അതിർത്തി രക്ഷാസേന. നുഴഞ്ഞുകയറ്റ ശ്രമം ഉണ്ടായത് രാത്രി 11:30 BSFന്റെ ഔദ്യോഗിക സ്ഥിരീകരണം. ജമ്മു, പത്താൻകോട്ട്, ഉധംപൂർ എന്നിവിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളെ പാകിസ്ഥാൻ ലക്ഷ്യമിട്ടതായി സ്ഥിരീകരണം. നൌഷേരയിലും ബട്ടിൻഡയിലും പാക് ഡ്രോണുകൾ നിർവീര്യമാക്കി. അതിർത്തിയിലെ പ്രകോപനങ്ങൾക്ക് മറുപടി നൽകി ഇന്ത്യ. ഇസ്ലാമാബാദിലും ലാഹോറിലും കറാച്ചിയിലും ഇന്ത്യ ആക്രമണം നടത്തിയതായി സൂചന. കറാച്ചി തുറമുഖത്ത് സ്ഫോടനം നടന്നതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ. അറബിക്കടലിൽ സൈനിക വിന്യാസം നടത്തി നാവികസേന. INS വിക്രാന്തും INS വിശാഖപട്ടണവും ആക്രമണ സജ്ജം. രാത്രി മുഴുവൻ തുടർന്ന സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ തലസ്ഥാനത്ത് നിർണായക യോഗങ്ങൾ. പ്രധാനമന്ത്രി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവുമായി കൂടിക്കാഴ്ച നടത്തി. കരവ്യോമ നാവികസേനാ മേധാവിമാരുമായി കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. വിദേശകാര്യ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനം അല്പസമയത്തിനകം. പാകിസ്ഥാനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയ ആഭ്യന്തര കലാപം. രാജ്യത്തിനകത്ത് ആക്രമണം തുടർന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി. കൊച്ച നഗരമടക്കം തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങൾ പിടിച്ചടക്കിയതായ അവകാശവാദം. ബലൂചിസ്ഥാനിലെ 6 ഇടങ്ങളിൽ IED സ്ഫോടനങ്ങൾ നടത്തി BLA. ഇന്ത്യ പാക് സംഘർഷത്തിൽ IPL മത്സരങ്ങളിൽ ആശയക്കുഴപ്പം. സർക്കാർ നിർദ്ദേശം കാത്ത് BCCI. സ്ഥിതിഗതികൾ വിലയിരുത്തി തീരുമാനമെടുക്കുമെന്ന് BCCI സെക്രട്ടറി ദേവജിത് സൈക്രിയ. പാകിസ്ഥാൻ പ്രീമിയർ ലീഗ് മത്സരങ്ങൾ UAE മാറ്റി. SSLC പരീക്ഷാ ഫലം ഇന്നറിയാം. ഫലം കാത്തിരിക്കുന്നത് 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികൾ. ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി ഫലം പ്രഖ്യാപിക്കും.